السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ نعمتان مقبول فيهما كثير من الناس الصحة والفراغ شفيعنا رسول الله بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعي لخير طاعته بأكرم الخلق كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്ദരായ സയ്യിദ് സാഹിബുൽ കറാമാത്തി വൽ മഖാമാത്ത് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ഉറൂസിൻ്റെ ഭാഗമായി വേദിയിൽ നിറസാന്നിധ്യമായി നമുക്ക് നേതൃത്വം നൽകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, വിശിഷ്യ ദർഗാ കമ്മിറ്റിയുടെ, ഉറൂസ് കമ്മിറ്റിയുടെ നേതൃത്വങ്ങൾ, അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ആമുഖമായി ആവശ്യപ്പെടാനുള്ളത്, മഹാന്മാരുടെ ദർബാറിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അത് മഹാനായ മദനി തങ്ങള് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള മുഴുവൻ മശായിഖന്മാരും മഹാന്മാരും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ നൂറിനെയാണ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തിനെയാണ്. ആ പ്രകാശത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് വിതരണം ചെയ്യുന്ന മജ്ലിസ്. വിവിധ ഓൺലൈനുകൾ ഇവിടെ ഉണ്ട്. ഞാനിവിടെ സംസാരിക്കുന്നത് അഭിമന്യരായ GM കാമിൽ സഖാഫി ഉസ്താദ് സംസാരിക്കുന്നത് കേൾക്കാനും കാണാനുമുള്ള ആധുനിക സംവിധാനങ്ങൾ പല രൂപങ്ങളിലും ഇന്ന് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദീനിന്റെ ഇൽമ് പറയുന്ന മജ്ലിസിൽ ഇരുന്ന് ഇൽമ് കേൾക്കുക, അത് മഹാന്മാർക്ക് വലിയ സന്തോഷം ഉള്ള വിഷയമാണ്. ഇവിടെ നമ്മുടെ ഉള്ളാളത്തു മാത്രം അല്ല, ഉള്ളാളത്തിന്റെ വിവിധ കറിയകളുണ്ട്. ആ കറിയകളിലുള്ള ആണ് പെണ്ണ്, ചെറുത് വലുത് അവർക്ക് മാത്രം അല്ല, ദക്ഷിണ കന്നഡക്ക് മാത്രം അല്ല, കർണാടകക്ക് മുഴുവനായി, രണ്ടാമത്തെ ഇന്ത്യയുടെ അജ്മീർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മഹാനായ മദനീതങ്ങൾ, ഉള്ളാളത്തുള്ള ഓരോരോ ആണ് പെണ്ണ്, ചെറുത് വലുത്, പാവപ്പെട്ടവൻ പണക്കാരൻ, പ്രായമുള്ളവൻ ചെറുപ്പക്കാരൻ, പണ്ഡിതൻ പാമരൻ, സാദാത്തുക്കൾ, ഉള്ളാളത്ത് ആരോടും മദനീതങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ ഉള്ളാളത്തിന്റെ കറിയയിൽപ്പെട്ട ആള് അല്ല, ഉള്ളാളത്തിന്റെ മഹല്ലിൽപ്പെട്ട ആള് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇല്ലാത്ത രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു വെറൈറ്റിയായ ഒരു ആവേശം മദനി തങ്ങളെ പേര് കേൾക്കുമ്പം ഉണ്ടാകും. ഇവിടെ വേദിയിൽ
നമ്മുടെ സയ്യിദ് മദനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭിവന്യരായ അധ്യക്ഷർ ഹനീഫ് ഹാജി ഉണ്ട് ഇവിടെ. ഒരുപാട് കാലം ഇവിടെ നേതൃത്വം നൽകിയ ഉമറാക്കളിൽ പ്രഗത്ഭരായ മോണു ഹാജിയാർ ഇവിടെ ഉണ്ട്. ഇന്ന് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന കാര്യദർശിയായ ശിഹാബുദ്ദീൻ തഖാഫി ഉസ്താദ് അടക്കമുള്ള മറ്റു പദാധികാരികൾ ഉണ്ട്. നമ്മുടെ നേരെ മുറ്റത്ത് നിലനിൽക്കുന്ന മേലങ്കാടി മഹല്ലിന്റെ പ്രധാനപ്പെട്ട നേതൃത്വങ്ങളും അവരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉമറാക്കളൊക്കെ ഉണ്ട് എന്ന് സ്വാഗതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ഏറ്റവും വലുതായി, അവർക്ക് ഏറ്റവും സ്വന്തമായി എന്റേത് എന്ന് ആവേശത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന, പറയാൻ ആഗ്രഹിക്കുന്ന, പറയുമ്പോൾ അഭിമാനം കൊള്ളുന്ന മഹാനായ മദനി തങ്ങൾ ഇവിടെ 6 പതിറ്റാണ്ട് കാലത്തിൽ നിന്ന് കൂടുതൽ നേതൃത്വം നൽകിയ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ നിങ്ങൾ അറിഞ്ഞതുപോലെ ഈ വേദിയിലുള്ള ദർഗാ കമ്മിറ്റിയിലുള്ളവരും ഈ മഹല്ലത്തിലുള്ളവരും മേലങ്കാടിയിലുള്ളവരും അറിഞ്ഞതുപോലെ എനിക്ക് വലിയ അറിവും അനുഭവങ്ങളും ഇല്ല. പക്ഷേ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് 70 കഴിഞ്ഞ് 80 കഴിഞ്ഞ് 90 കഴിഞ്ഞ് വിവിധ നിക്കാഹ് സദസ്സുകളിലും സമ്മേളന വേദികളിലും മറ്റ് സംരംഭങ്ങളിലൊക്കെ ദുആരക്കുമ്പോ ഒരു നിലയിൽ അവിടുത്തെ ഖാദിമായ കരീം ഹാജിയെ ഞാൻ ഇവിടെ കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്, നമുക്കും പലതും പറയാനുണ്ട്. അവരൊക്കെ കണ്ടതാണ് ദമ്മ് കെട്ടി ശ്വാസം മുട്ടി ഓക്സിജൻ ഇടയിൽ വേണ്ടതുപോലെ ആരോഗ്യത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്തും ഒന്ന് ഫാത്തിഹ പൂർത്തീകരിക്കാൻ കഴിയാതെ, ഇഖ്ലാസ് ഓതി പൂർത്തീകരിക്കാൻ കഴിയാതെ, മുഅവ്വിദത്തൈൻ ഓതി പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോഴും ചെറിയ രൂപത്തിലുള്ള ദുആ ചെയ്യുമ്പോ എത്ര ആഫിയത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര ശ്വാസതടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ ദുആഇൽ വഇലാ ഹദ്റത്തി സ്വാഹിബുൽ കറാമാത്തി വൽ മഖാമാത്തി മുഹമ്മദ് ശരീഫ് അൽ മദനി എന്ന് പറയാതെ ഒരു വേദികളും നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് ഉള്ളാളത്തുള്ള ഏതെങ്കിലും സമ്മേളനങ്ങളിലും ഉറൂസിന്റെ സനദ്ദാന വേദികളിലും മാത്രമല്ല, അത് കേരളത്തിന്റെ വ്യത്യസ്തമായ സദസ്സുകളിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും ഗൾഫ് രാഷ്ട്രങ്ങളിലും അവിടുന്ന് ദുആ ചെയ്യുമ്പോ വഇലാ ഹദ്റത്തി സ്വാഹിബുൽ കറാമാത്തി വൽ മഖാമാത്തി മുഹമ്മദ് ശരീഫ് അൽ മദനി അവിടുന്ന് ചോദിച്ചു, ഒരിക്കലും അവിടുന്ന് അത് മറന്നു പോകുന്നില്ല എന്ന് പറയുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് മഹാനായ മദനീതങ്ങൾ. ഈ നാട്ടിലുള്ള, ഈ പരിസരത്തുള്ള, ഈ ദക്ഷിണ കന്നഡയിലുള്ള, കർണാടകയിലുള്ള എല്ലാവരോടും പറയുന്നത്, ഇത് നമുക്ക് അള്ളാഹു നമുക്ക് വരദാനമായി തന്ന സ്വത്താണ്. ഇത് ആ സ്വത്തിനെ നമ്മൾ വേണ്ടതുപോലെ കൊണ്ടാടണം. അത് കൊണ്ടാടുമ്പോഴാണ്, അത് മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് ഭൗതിക പാരത്രിക വിജയത്തിന് വലിയ കാരണം ആകുന്നത്. ഇവിടത്തേക്ക് വന്നത് എവിടെയാണ്? ഞാൻ സുരുവയിൽ ദാറുൽ അശ്അരിയ സ്ഥാപനത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. ഇവിടെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉറൂസിനും മറ്റുമൊക്കെ വന്ന് ഇവിടുന്ന് വലിയ സന്തോഷം അറിയിച്ച മഹാനായ മർഹൂം സുരുവയിൽ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നതും നമുക്ക് സന്തോഷം പറഞ്ഞു തന്നതും മഹാനായ സാഹിബുൽ കറാമാത്തി മുഹമ്മദ് ശരീഫ് അൽ മദനി തങ്ങളെയാണ്. മഹാനായ മദനി തങ്ങൾ വന്നത് സുരുവയിലിൽ നിന്ന് അല്ലല്ലോ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അല്ലല്ലോ, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് അല്ലല്ലോ, ബോംബെയിൽ നിന്ന് അല്ലല്ലോ, മറിച്ച് എല്ലാ ഈമാനുള്ള മനുഷ്യരും പോകാനും എത്താനും ആഗ്രഹിക്കുന്ന ഇലാ മദീനത്തി റസൂലില്ലാ, ഇലാ മദീനത്തി റസൂലില്ലാ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ നിന്നാണ്. മദീ ആലം മറൈ മദനി മുഹമ്മദ് സയ്യിദുൽ മദനി,
മുഹമ്മദ് സയ്യിദുൽ മദനി മദിഫറാദി യർസുദനി മുഹമ്മദ് സയ്യിദുൽ മദനി മഹാനായ ഖുത്ബുസ് സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ചാരത്താണ് ഉള്ളത്. അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇൽമിന്റെ മജ്ലിസുകൾക്കാണ്. ഇവിടെ ഉള്ള ഉറൂസിന്റെ തുടക്കത്തിൽ അഭിവന്യരായ അധ്യക്ഷർ അനീഫ് ഹാജിയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അവിടുന്ന് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞെങ്കിലും ആ പറഞ്ഞ വിഷയങ്ങളിൽ ഇവിടുത്തെ ഖാദിയായ മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ വിഷയം ഏറ്റവും വലിയ സന്തോഷം ഈ നാട്ടുകാർക്ക് ഇവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇൽമുമായി ബന്ധപ്പെടുന്നു എന്നതാണ് അവിടുത്തെ സ്വാഗത പ്രസംഗത്തിന്റെ ഇടയിൽ നമ്മൾ വായിച്ചത്. ഇൽമ് അത് ഒരു വലിയ വിഷയമാണ്. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ, അതൊരു പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ സദസ്സുമായി ബന്ധപ്പെടണം, സദസ്സിൽ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇന്ന് ഞാൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, എന്തിനാണ് നമ്മൾ നിസ്കരിച്ചത്? നിങ്ങൾ ഈ മദനീതങ്ങളുടെ ഹദ്റത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് വന്നത്? ഇതിനു വേണ്ടി എന്തിനാണ് ക്യാഷ് മുടക്കുന്നത്? ഇവിടുത്തെ ഇൽമിന്റെ ബാക്കിയുള്ള സംരംഭങ്ങൾക്ക് ഇവിടെ സ്വതക്കകളും സംഭാവനകളും ചെയ്യുന്നത് എന്തിനാണ്? എനിക്കൊരാശയുണ്ട്, താജുൽ ഉലമ ഉപ്പാപ്പ പോയ സ്വർഗം എനിക്ക് വേണം. ഇവിടെ ഒരുപാട് കാലം നേതൃത്വം നൽകിയ മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങൾ പോയ സ്വർഗം നമുക്ക് വേണം. ഇവിടെ ശരീഅത്ത് കോളേജ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ വലിയ വലിയ കടല് പോലെയുള്ള ആലിമീങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവരൊക്കെ പോയ സ്വർഗം നമുക്ക് വേണം. ആ സ്വർഗം കിട്ടാനാണ് നമ്മുടെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത്, നിങ്ങൾ മദീനയിലേക്ക് വരണം. ഉമ്മമാരെ മദീനയിലേക്ക് വരണം, ബാപ്പമാരെ മദീനയിലേക്ക് വരണം, പ്രായമുള്ളവരെ മദീനയിലേക്ക് വരണം, അതുപോലെ ചെറുപ്പക്കാരെ മദീനയിലേക്ക് വരണം, പണ്ഡിതന്മാരെ മദീനയിലേക്ക് വരണം, സയ്യിദന്മാരെ മദീനയിലേക്ക് വരണം. മദീനയിൽ വന്നാൽ അവിടെ ഒരു സ്വർഗത്തിന് സമാനമായ ഒരു സ്ഥലം ഉണ്ട്. മാ ബൈന ഖബരി വമിംബരി റൗളത്തും മിർ റിയാദിൽ ജന്ന. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ ദീനിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഞാൻ ഖുതുബ ഓതിയ ഇൽമു പറഞ്ഞു കൊടുത്ത എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ ഖബറിൻ്റെയും റൗളയുടെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിന് സമാനമാണ്. നിങ്ങളൊക്കെ പലരും ഉംറക്ക് പോയവരാണ്. ബാപ്പമാരെ, സഹോദരന്മാരെ, ഇവിടെയുള്ള ഉമറാക്കളൊക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെ ഉമറാ എന്ന വ്യത്യാസം ഇല്ലാതെ, അധികാരികൾ എന്ന വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയക്കാർ എന്ന വ്യത്യാസമില്ലാതെ, വലിയ വലിയ രാജാക്കന്മാരെന്ന വ്യത്യാസമില്ലാതെ, വലിയ വലിയ മുദർരിസുമാരോ ഖതീബുമാരോ ആലിമീങ്ങളോ സയ്യിദന്മാരോ എന്ന വ്യത്യാസമില്ലാതെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവിടെ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവിടെ തിരക്ക് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയാണ്? അത് സ്വർഗത്തിന്റെ സമാനമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു സെക്കൻഡ് എനിക്ക് കിട്ടിയാൽ, എനിക്കൊരു മിനിറ്റ് ഇരുന്നാൽ, അവിടെ ഒരു സുജൂദ് ചെയ്താൽ, അവിടെ നിന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ, അവിടെ നിന്ന് ഒരു ആയത്തെങ്കിലും ഓതിയാൽ, ഒരു വാക്കെങ്കിലും ദുആ ചെയ്താൽ സ്വർഗത്തിലിരിക്കുന്ന കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ മദീനയിലേക്ക് ചെല്ലാതെ ഹജ്ജും ഉംറയും പൂർണ്ണമാകുകയില്ലല്ലോ. മദീനയിലെത്തുമ്പോൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. സാന്ദർഭികമായി ഇടയിൽ ഇവിടെയുള്ള ആലിമീങ്ങളോടും മോമിനീങ്ങളോടും പറയുന്നു, ഈ വരുന്ന 5-ാം തീയതി സാധുവായ ഞാനും എൻ്റെ കുടുംബവും ഹജ്ജ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മഖ്ബൂലായി കിട്ടാൻ, അതൊന്ന് മർദിയായി കിട്ടാൻ, അതൊന്ന് മബ്റൂറായി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ അഭിവന്യരായ
പിതാവ് മഹാനായ സുരുവൈർ ഉസ്താദ് വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജിന്റെ വിഷയങ്ങളിലേക്ക് മിനയിലേക്കും അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് ആവേശത്തോടെ ചൊല്ലുന്ന ആണും പെണ്ണും ഉണ്ടാകും. പക്ഷേ മഹാനായ സുരുവൈർ ഉസ്താദിന്റെ വഅദ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദ് പറഞ്ഞത് നമ്മൾ പറയുന്നത് വിഷയം അല്ല, നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് വിഷയം അല്ല, നമ്മൾ ശബ്ദമെടുക്കുന്നത് വിഷയമല്ല. നമ്മളങ്ങനെ ഇഹ്റാം കെട്ടിയിട്ട് ആ ഹജ്ജിന്റെ മനാസിക്കുമായി അമാലുമായി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൽബിയത്ത് ചൊല്ലുമ്പോ ഒരു വിഭാഗം മലക്കുകൾ അവിടുന്ന് പറയുന്നുണ്ട് ലബ്ബൈക വസഅദൈക. ഒരു കൂട്ടം മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഹജ്ജിന് പോകുന്നവർ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഉംറക്ക് പോകുന്നവർ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ചെലവഴിച്ച് നീണ്ട ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളോളം നമ്മൾ അവിടെ ചെലവഴിക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, മഹാനായ മഹാന്മാരൊക്കെ വാളിൽ നമുക്ക് പറഞ്ഞു തന്ന വിഷയം, നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ഒരു കൂട്ടം മലക്കുകൾ നമ്മുടെ കൂടെ വരികയാണ്, ഒരു കൂട്ടം മലക്കുകൾ നമ്മെ പൊതിയുകയാണ്. പൊതിഞ്ഞിട്ട് പറയുന്നത് ലബ്ബൈക, നിന്റെ വിളിക്ക് ഉത്തരം ഉണ്ട്, വസഅദൈക, നീ വിജയികളിൽപ്പെട്ട ആളാണ്, നീ വിജയിച്ച പെട്ട ആളാണ്. അതൊരു വലിയ ഖുശിയാണ്, അതൊരു വലിയ സന്തോഷമാണ്, അത് വലിയ റാഹത്താണ്. ഇന്നത്തെ വിഷയം തന്നെ ജീവിതത്തിന്റെ സന്തോഷം, സന്തുഷ്ടമായ ജീവിതം എന്നതാണല്ലോ. സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അവിടെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് മലക്കുകളുടെ മറുപടിയാണ്, നീ വന്ന വരവ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, നീ ചെലവഴിച്ച സമ്പത്ത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ ഉറക്കൊഴിച്ചലും നിന്റെ നടത്തവും നിന്റെ ഇരുത്തവും നിന്റെ അധ്വാനവും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ലബ്ബൈക വസഅദൈക. അതേ സമയത്ത് അശ്അരിയ സുരുവൈൽ സഖാഫിയാകുന്ന ഞാൻ ഈ വർഷം ഹജ്ജിന് പോവുകയാണ്, എൻ്റെ കുടുംബം ഹജ്ജിന് പോവുകയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും ഹജ്ജിന് പോവുകയാണ്. നമ്മൾ പോയി അധ്വാനിച്ച് ഇഹ്റാം കെട്ടിയിട്ട് ശബ്ദമെടുത്തിട്ടുമല്ലാതെയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ലാ ലബ്ബൈക, നിന്നെ സ്വീകരിച്ചിട്ടില്ല, ലാ സഅദൈക, നീ വിജയികളിൽ പെട്ടിട്ടില്ല എന്ന് പിന്നൊരു മലക്കുകൾ പറയും, പിന്നൊരു കൂട്ടം മലക്കുകൾ പറയും. അങ്ങനെ പറഞ്ഞാൽ എനിക്കുള്ള പരാജയം എന്താണ്, എനിക്കുള്ള ബേജാറ് എന്താണ്, എനിക്കുള്ള നഷ്ടം എന്താണ്? ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ നമ്മൾ എവിടെയും സന്തോഷത്തോടുകൂടെ ജീവിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വേണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ സന്തോഷം വേണം, നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം വേണം, നമ്മുടെ എല്ലാ മേഖലകളിലും സന്തോഷങ്ങൾ വേണം, ദുന്യവിയായ കാര്യങ്ങളിൽ സന്തോഷം വേണം, അതിനപ്പുറം മരിക്കുന്ന സമയത്തും സന്തോഷങ്ങൾ വേണം. നീണ്ട ഒരു ലോകം ഉണ്ട്, ആ ലോകത്തിൽ നമുക്ക് സന്തോഷങ്ങൾ വേണം. അതിനെന്ത് ചെയ്യണം? അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന സന്തോഷങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം. എത്രയാണ് തന്നത്, എത്രയാണ് തന്നത്? ബാല്യക്കാരെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓ പ്രിയപ്പെട്ട ബാല്യക്കാരുത്തികളെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളും ഞാനും ആലോചിക്കേണ്ടത്, നമുക്ക് എത്ര സന്തോഷങ്ങളാണ് തന്നത്, എത്ര നിഅമത്തുകളാണ് തന്നത്. ഒക്കെ ഉണ്ട്. നമുക്ക് ഭാര്യ ഉണ്ട്, നമുക്ക് ഭർത്താക്കന്മാരുണ്ട്, നമുക്ക് ഭാര്യമാരുണ്ട്, അൽഹംദുലില്ലാ നമുക്ക് ഉമ്മമാരും ബാപ്പമാരും ഉണ്ട്, നമുക്ക് കിടക്കാൻ വീടുണ്ട്. ഇന്നത്തെ ഇവിടത്തെ ചെറിയ സമയത്തുള്ള പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഒന്നിക്കൽ ദാറുൽ അശ്അരിയ സുരുവയിലുള്ള സ്ഥാപനത്തിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് മടങ്ങും. പോകുമ്പോൾ എനിക്ക് പോകുന്ന വണ്ടിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിത്രമുണ്ട്. അവിടെ വീട്
വീട് ഉണ്ടല്ലോ, അവിടെ ഭാര്യ ഉണ്ടല്ലോ, അവിടെ സ്വീകരിക്കാൻ മക്കൾ ഉണ്ടല്ലോ, അവിടെ സ്വീകരിക്കാൻ ഉമ്മ ഉണ്ടല്ലോ, കിടക്കാൻ ബെഡുകൾ ഉണ്ടല്ലോ, അവിടെ സർവ്വ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ. ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് പോകാനുള്ള വണ്ടികൾ ഉണ്ട്. അങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് ചെയ്തു തന്ന സന്തോഷങ്ങൾ നമ്മൾ ചിന്തിച്ചേക്കണം. ആ സന്തോഷങ്ങൾ നമുക്ക് തരുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊന്നും വെറുതെ തരുന്നതല്ല. ലിയബ്ലുവനി അഷ്കുറ അം അക്ഫുർ, ലിയബ്ലുവനി അഷ്കുറ അം അക്ഫുർ. നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനാണ് നമുക്കിതൊക്കെ നിഅമത്ത് തരുന്നത്. ഞാൻ പറഞ്ഞു, മക്കളുണ്ട്, അത് വലിയ സന്തോഷമാണ്. ഭാര്യയുണ്ട്, അത് വലിയ സന്തോഷമാണ്. ഉമ്മയും ബാപ്പയുമുണ്ട്, അത് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ, നമുക്ക് വലിയ ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, വലിയ സന്തോഷമാണ്. ഇവിടെ ഉറൂസ് തുടങ്ങുന്ന ദിവസം മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരും ഇവിടെ വന്നു. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഈ വർഷത്തെ ഉറൂസിന്റെ ഈ പ്രോഗ്രാമിന്റെ സംവിധാനം കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായതാണ്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഹഫിളഹുല്ലാഹു വറആ, വലിയ ആലിമാണ്, വലിയ മഹാനാണ്. അവിടുത്തെ ആഫിയത്തിന് വേണ്ടി ഉമ്മത്ത് ദുആ ചെയ്യണം. അവിടുത്തെ നമ്മുടെ ഉലമാഇന്റെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരൊക്കെ ഒരേ വേദിയിൽ ഉണ്ടാകുന്നത് കാണാൻ കൊതിക്കുന്ന മുഅ്മിനീങ്ങൾ എത്രയാണ്, എത്രയാണ് കൊതിക്കുന്ന മുഅ്മിനീങ്ങൾ. നമ്മുടെ ആലിമീങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ ഒന്നിച്ച് ഒരേ വേദിയിൽ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അത് വലിയ റാഹത്താണ്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുന്നില്ല, മഞ്ചി എന്ന് പറയുന്ന ഒരു നാടുണ്ട് സുരുവേലിന്റെ നേരെ അപ്പുറത്ത്. അവിടെ ഒരു ദിവസം താജുൽ ഉലമ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേർലക്കട്ടയിലുള്ള ഉഞ്ഞിഹാജി എന്ന് പറയുന്ന ഒരു നല്ല ഉമറാക്കളിൽ പ്രഗത്ഭനായ ഹസൻ ഹാജിയുടെ മകൻ ഉണ്ടായിരുന്നു. നല്ല ദീനിനെ വലിയ മഹബത്ത് വെക്കുന്ന ഒരു ഉമറാക്കളിൽ പ്രഗത്ഭനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബാബഹാജിന്റെ അളിയനാണ്. രണ്ടുപേരും മരണപ്പെട്ടു പോയി. അള്ളാഹുവരുടെ ഖബറുകളൊക്കെ സന്തോഷത്തിലാക്കുമാറാവട്ടെ. നന്മ ചെയ്തവരെ നമ്മൾ റാഹത്തോടുകൂടെ എപ്പോഴും ഓർമ്മിക്കും. അതിന് കാലങ്ങൾ തടസ്സമല്ല, സമയങ്ങൾ തടസ്സമല്ല, ഏതെങ്കിലും രീതിയിലുള്ള നൂറ്റാണ്ടുകൾ തടസ്സമല്ല. ജീവിതങ്ങളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിയ, പ്രത്യേകിച്ച് ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചവരെ സന്തോഷത്തോടുകൂടെ നമ്മളെപ്പോഴും ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ ഓർമ്മിക്കപ്പെട്ട കുഞ്ഞിഹാജിയുടെ പ്രിയപ്പെട്ട മകന്റെ വണ്ടിയിലാണ് അന്ന് താജുൽ ഉലമ ഉസ്താദ് വന്നത്. ഇവിടെയുള്ള ഉമറാക്കളിൽ പലർക്കും ചിലപ്പോൾ ആ വിഷയങ്ങൾ അറിയാം. എങ്കിലും താജുൽ ഉലമ ഉസ്താദ് അന്ന് വന്ന് കരീം ഹാജി അന്ന് ആ മഞ്ച് വേദിയിൽ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സ്റ്റേജിലേക്ക് അവിടെ നിന്ന് കയറാൻ വേണ്ടി കഴിഞ്ഞില്ല. ശക്തമായ ദമ്മുകെട്ടലാണ്, ശക്തമായ രീതിയിൽ ശ്വാസം മുട്ടലാണ്. അങ്ങനെ സദസ്സിൽ അങ്ങോട്ട് വന്ന് അവിടെ ഇരുന്നു. അവിടെ നിന്ന് സ്റ്റേജിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. സദസ്സിൽ വന്നിരുന്നു, അല്ലെങ്കിൽ കാറിലിരുന്നു, എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. അന്ന് സ്വാഗതം പറയാൻ ഏൽപ്പിക്കപ്പെട്ടത് എന്നെയാണ്. ഞാൻ അവിടെ നിന്ന് സ്വാഗതം പറഞ്ഞു. മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിൽ സംസാരിക്കാനോ പ്രസംഗിക്കാനോ നമുക്ക് അർഹതയില്ല. പ്രസംഗിക്കാനോ സംസാരിക്കാനോ നമുക്ക് ധൈര്യവുമില്ല, അതിൻ്റെ ഒരു ക്വാളിഫൈഡുമില്ല. മഹാനായ താജുൽ ഉലമ ഉസ്താദ് അവിടെ താഴെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ സ്റ്റേജിൽ സ്വാഗതം പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് മഹാന്മാരായ വലിയ വലിയ ആലിമീങ്ങളൊക്കെ അനുഭവക്കുറിപ്പ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്താൻ, ഉറപ്പുവരുത്താൻ വേണ്ടി താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. അവിടെ നിന്ന് എന്താണ് പ്രസംഗിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉറൂസ് നടക്കുകയാണ് ഉള്ളാളത്ത്. അന്ന് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആ വേദിയിൽ ഉണ്ട്. സ്റ്റേജിലേക്ക് കയറാൻ കഴിയാതെ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇവിടുന്ന് ദ്വാരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോൾ സ്വാഗതം പറയേണ്ട കടമ എനിക്കുണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്വാഗതം പറഞ്ഞു. ഇവിടെയുള്ള ഈ മഹലിന്റെ, ഇവിടുത്തെ ദർഗാ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ നേതൃത്വവും മുമ്പുള്ള നേതൃത്വവും മേലങ്കാടി ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഉമറാക്കളിൽ പ്രായമുള്ളവരുണ്ടാകും. അവർക്കൊക്കെ ചിലപ്പോൾ ആ അനുഭവങ്ങൾ അറിയുന്നുണ്ടാകാം. അവിടുന്ന് ഞാൻ കേട്ട ഒരു വിഷയം താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു
ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഒരു ഉറൂസ് നടക്കുകയാണ് ഉള്ളാളത്ത്. വർഷങ്ങൾക്ക് മുമ്പ് 1970 കഴിഞ്ഞ സമയം, 80 അടുത്ത സമയം. അന്ന് അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. നോക്കുമ്പോ താജുൽ ഉലമ ഉസ്താദ് ഇങ്ങനെ നോക്കുകയാണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കും, നടപടിയെടുക്കും, ശിക്ഷിക്കും. ആ ഉറപ്പ് നമുക്കുണ്ടല്ലോ. അതാണല്ലോ നമുക്ക് വലിയ രീതിയിൽ നമ്മ ഈ രൂപത്തിൽ ഹക്ക് മാത്രം പറയാനുള്ള ഒരു വഴിയിലേക്ക് നമ്മ നീക്കിയത്. മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ശൈഖുനാ താജുൽ ഉലമ ഉസ്താദ് ഈ വേദിയിലുണ്ട്. അവിടുന്ന് എല്ലാ ആലിമീങ്ങളും എല്ലാ സാദാത്തുക്കളും ഒരുപോലെ അവിടുന്ന് സന്തോഷിപ്പിച്ച വലിയ നേതൃത്വമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാളത്ത് ഇതുപോലെ ഒരു ഉറൂസ് നടക്കുകയാണ്. ആ ഉറൂസിന്റെ മൈക്കിന്റെ മുന്നിലേക്ക് വന്നിട്ട് അൽ ഫാത്തിഹ വിളിച്ചു. ആരാണ് വിളിച്ചത്? അന്നത്തെ ദർഗാ കമ്മിറ്റി പ്രസിഡന്റായ മർഹൂം ഇബ്രാഹിം ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇവിടത്തെ ഉറൂസിന്റെ തുടക്കത്തിൽ ഇവിടത്തെ ദർഗാ കമ്മിറ്റിയുടെ കാര്യദർശിയുടെ പ്രസംഗം ഇന്നും വൈറലായിട്ടുണ്ട്. 2 ദിവസം മുമ്പ് പ്രസംഗിച്ചത് ഇബ്രാഹിം ഹാജിയെ കുറിച്ച് പറഞ്ഞത് ഇന്ന് വൈറലായി, ഇന്ന് യൂട്യൂബുകളിലേക്ക് ഓടുന്നുണ്ട്. ഇബ്രാഹിം ഹാജിന്റെ വിഷയം അവിടുന്ന് പറഞ്ഞു, മോൺ ഹാജിന്റെ വിഷയങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞ ക്വാളിഫൈഡ് എന്താണ്? അവരുടെ മെഡിക്കൽ കോളേജുകൾ അല്ല, അവിടുത്തെ ടിമ്പറുകൾ അല്ല, അവിടുത്തെ പണങ്ങളല്ല, മറിച്ച് അവരുടെ ക്വാളിഫൈഡ് പറഞ്ഞത് അവരൊക്കെ താജുൽ ഉലമ ഉസ്താദിന്റെ മുരീദന്മാരായി ഖാദിമീങ്ങളായി നിന്നു എന്നതാണ് ഇവിടുത്തെ എല്ലാ ഉമറായിന്റെയും ബഹുമാനമായി പറഞ്ഞു വന്നത്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഇബ്രാഹിം ഹാജി എന്ന് തന്നെ പറയാം. കാരണം അവർ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അങ്ങനെയാണ് ബഹുമാനിച്ചത്. താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞാൽ ആ വരയിൽ അങ്ങട്ട് നിന്നിട്ട് അത് തന്നെ നടപ്പിലാക്കാൻ വർഷങ്ങളോളം ഇവിടെ ത്യാഗം ചെയ്ത ഉമറാക്കളിൽ പ്രഗത്ഭരാണ്. നീ അവിടുത്തെ ദറജ ഉയർത്തണം അല്ലാ, അവിടുത്തെ ഖബർ ജീവിതം നിറാഹത്തിലാക്കണം അല്ലാ. ഉലമാഉമായി സ്വാലിഹീങ്ങളുമായി മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് എപ്പോഴാണ് ദുആ കിട്ടുന്നത്? ഏത് മജ്ലിസുകളിലാണ് ദുആ കിട്ടുന്നത്? ഇന്ന് ഇബ്രാഹിം ഹാജിന്റെ ഖബർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ ഉള്ളാളത്ത് പരിസരത്തായിരിക്കും. ആ ഖബറിന്റെ ഉള്ളിൽ ഇന്ന് അശ്അരിയ സഖാഫിയാകുന്ന ഞാൻ ദുആ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാകുന്ന നിങ്ങൾ ഉള്ളാള ദർഗ ഉള്ളാള ഉറൂസ് പരിപാടിയിൽ ആമീൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിൽ എത്ര സന്തോഷം ഉണ്ടാകും, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഖബറിൽ എത്ര സന്തോഷമുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മഞ്ചിയിലുള്ള ആ മജ്ലിസിൽ താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിൽ ഞാൻ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, ഒരു ഉറൂസ് നടക്കുകയാണ്. ആ ഉറൂസ് നടക്കുമ്പോൾ വേദിയിലല്ല, സ്റ്റേജിലല്ല, സദസ്സിൽ തന്നെ ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അന്ന് മഞ്ചിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, അന്നത്തെ സദസ്സിൽ താജുൽ ഫഖഹ ഉസ്താദ് ഉണ്ടായിരുന്നു, അന്നത്തെ സദസ്സിൽ ശറഫുൽ ഉലമ ഉസ്താദ് ഉണ്ടായിരുന്നു, അന്നത്തെ സദസ്സിൽ ടി.എച്ച്. ഉസ്താദ് ഉണ്ടായിരുന്നു, അന്നത്തെ സദസ്സിൽ ബാക്കിയുള്ള താഴക്കോട് ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ പലരും അന്നത്തെ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവിടുന്ന് ഫാത്തിഹ വിളിക്കുകയാണ്. ഇബ്രാഹിം ഹാജി ഫാത്തിഹ വിളിച്ചു. ഫാത്തിഹ കഴിഞ്ഞു, ഇഖ്ലാസ് കഴിഞ്ഞു, മുഅവ്വിദത്തൈനിയൊക്കെ കഴിഞ്ഞു. ആരും ദുആരക്കുന്നത് കാണുന്നില്ല, ആരും ദുആക്ക് മുന്നോട്ട് വരുന്നത് കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞ വലിയ വലിയ കടല് പോലെയുള്ള ആലിമീങ്ങളും മഹാന്മാരും അന്ന് സദസ്സിലുണ്ട്. ആ സദസ്സിലുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നത്, ഇന്ന് ആരാണ് ദ്വാരക്കുന്നത്? ഈ ഉള്ളാളത്തെ ഉറൂസിന്റെ ഈ പരിപാടിയിൽ ആരാണ് ദ്വാരക്കുന്നത്? അങ്ങനെ നോക്കാനുള്ള കാരണം എന്താണ്? അന്നത്തെ വേദിയിൽ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അന്ന് ഉണ്ട്. ഉള്ളാളത്തെ ഉറൂസിന്റെ അന്നത്തെ വേദിയിൽ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്. മഹാനായ വലിയ ആലിമായ വലിയ പണ്ഡിതനായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സമൂഹത്തിന് വാർത്തെടുത്ത ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അന്നത്തെ ഉള്ളാളത്തെ ഉറൂസിന്റെ വേദിയിൽ ഉണ്ട്. മഹാനായ ജാവക്കല്ല് വലിയുള്ള എന്ന് പറയുന്ന കലന്തർ ബാവ ജാവക്കല്ല് വലിയുള്ള അന്നത്തെ ഉള്ളാളത്തെ ഉറൂസിന്റെ വേദിയിൽ ഉണ്ട്. ഇവിടുന്ന് ഇൽമുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് അമുസ്ലിമായി ജനിച്ച്, ഒരു നിലയിൽ എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ കിന്നക്കാരനാണ്, എൻ്റെ നാട്ടുകാരനായ അമുസ്ലിമായി ജനിച്ച് പിന്നെ
പിന്നെ ഹിദായത്തിന്റെ വെളിച്ചം വന്ന് പിന്നെ താജുൽ ഉലമ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ ബന്ധപ്പെട്ട് ഇൽമിന്റെ നൂർ ഖൽബിലേക്ക് കയറി വലിയ ആലിമായി പണ്ഡിതനായി വലിയായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സജുപ്പ അബ്ദുള്ള മുസ്ലിയാർ ചെറുവത്തൂർ ഉസ്താദ് അന്നത്തെ വേദിയിൽ ഉണ്ട്. ആശിഖുർ റസൂൽ അഭിവന്യരായ കുണ്ടൂർ ഉസ്താദ് ഉണ്ട്. പിന്നെ ഒരുപാട് ആലിമീങ്ങൾ കോട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന മംഗലാപുരത്തെ ഖാദിയായ ബഹുഭാഷാ പണ്ഡിതനായ കോട്ട ഉസ്താദ് ഉണ്ട്. അങ്ങനെയുള്ള പ്രഗത്ഭരായ വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരും ഉള്ള വേദിയിൽ എല്ലാവരും നോക്കി നിൽക്കുന്നത് ഇന്ന് ആരാണ് ദുആരക്കുന്നത്? മഹാനായ അന്ന് ഉള്ളാളം തങ്ങളാണ്. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളാണെന്നാണ് പറയുന്നത്. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ അഭിവന്യരായ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് എന്റെ കുഞ്ഞിക്കോയ എന്ന് അഭിമാനത്തോടുകൂടെ അവിടുന്ന് പലരോടും പറഞ്ഞ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അന്നത്തെ വേദിയിൽ ഉണ്ട്. വലിയ ആലിമായ മഹാനായ ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അന്നത്തെ വേദിയിലുണ്ട്. ജാവക്കല്ല് വലിയുള്ള ഉണ്ട്. വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരാണ് ദ്വാരക്കുന്നത് എന്ന് അത്ഭുതത്തോടുകൂടെ ആവേശത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോ ആരും ദ്വാരക്കുന്നത് കാണുന്നില്ല. ദ്വാരക്കാൻ ആരും മുന്നോട്ട് വരുന്നത് കാണുന്നില്ല. അപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യം, എന്തടാ ദ്വാരക്കാത്തത്? എന്തടാ ദ്വാരക്കാത്തത്? പലപ്പോഴും താജുൽ ഉലമ ഉസ്താദിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടതാണ് എന്തടാ എന്തടാ എന്ന് കേട്ടതാണ്. അതവിടുത്തെ ഉസ്താദിന്റെ ശൈലിയാണത്. എന്തടാ ദ്വാരക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇബ്രാഹിം ഹാജി അടുത്ത് വന്നിട്ട് പറഞ്ഞു, നക്ക് പിടിയില്ല, 6 ദ്വാരക്കണോ നക്ക് പിടിയില്ല. ഇവിടെ വലിയ 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 ഉസ്താദന്മാരുണ്ട്, വലിയ വലിയ ഖാദിമാരുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, മഹാന്മാരുണ്ട്. അപ്പോഴാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ മറുപടി, ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ ഉണ്ടാകുമ്പോ, ഒരു സദസ്സിൽ ഉണ്ടാകുമ്പോ, ഒരു വേദിയിൽ ഉണ്ടാകുമ്പോ പിന്നാര് ദ്വാരക്കണമെന്ന് ചോദിക്കേണ്ടതില്ല, പിന്നാര് ദ്വാരക്കണമെന്ന് ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോ താജുൽ ഉലമ ഉസ്താദ് കരീം ഹാജിദിന് സാക്ഷിയാണ്. താജുൽ ഉലമ ഉസ്താദ് അവിടുന്ന് തല ആട്ടുന്നത് സന്തോഷത്തോടെ തല ആട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സന്തോഷമല്ലേ നമ്മുടെ വാക്കിന് അല്ലാഹ് ബർക്കത്ത് തരുന്നത്, നമുക്ക് സംസാരിക്കാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകുന്നത്. അവിടുത്തെ പൊരുത്തവും കാവലും നീ നൽകണം അല്ലാഹ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് അവിടുന്ന് പറഞ്ഞതിന് ശേഷം കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനോട് ചോദിച്ചു, അങ്ങനെയല്ലേ ഇ.കെ. കുഞ്ഞിക്കോയ തങ്ങളല്ലേ ദ്വാരക്കേണ്ടത്? ഇ.കെ. ഉസ്താദ് ആദരവോട് കൂടെ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞാൽ അതിന് മറുവാക്ക് ഇല്ലല്ലോ. ലാ യുറഫുൽ വലിയു ഇല്ലൽ വലിയ. ഔലിയാക്കൾക്കേ ഔലിയാക്കൾ അറിയുകയുള്ളൂ, ആലിമീങ്ങൾക്ക് ആലിമീങ്ങൾ അറിയുകയുള്ളൂ. ഞാനിതെന്തിനാണ് ഇടയിൽ ഉണർത്തിയത്? ഇവിടുത്തെ ഉറൂസിന്റെ തുടക്കത്തില് ഇവിടുത്തെ അധ്യക്ഷരുടെ പ്രസംഗം അത് മനസ്സിന് വലിയ റാഹത്തായി. അത് കേട്ടപ്പം മനസ്സിന് വലിയ സന്തോഷമായി, അത് മനസ്സിന് വലിയ റാഹത്തായി. അവിടുന്ന് പറഞ്ഞത്, ഈ വർഷത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കാൻ വേണ്ടി ഇവിടുത്തെ ഖാദിയാകുന്ന ഉസ്താദിന്റെ മുന്നിലേക്ക് പോയപ്പോ ആരെയാണ് വിളിക്കേണ്ടത്, ഇതിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളെ വിളിക്കണം എന്നതാണ്. അത് കേട്ടപ്പോ ഈമാനുള്ള മോമിനീങ്ങൾ എല്ലാവരും സന്തോഷിച്ചു പോയി. മഹാനായ തങ്ങളവറുകൾക്ക് ഇവിടുത്തെ പരിപാടിയിൽ വന്ന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന സന്തോഷങ്ങൾ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. സംസാരിച്ചാൽ നീണ്ടുപോകുന്നത് കൂടുതലായി, വേറെ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തൊക്കെയാണ് റബ്ബ് എനിക്ക് തന്നത്, നിങ്ങൾക്ക് തന്നത്, നമ്മൾ നല്ലോണം ആലോചിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 നിഅമത്തുകൾ അല്ലാഹ് നൽകിയിട്ടുണ്ട്, 2 സന്തോഷങ്ങൾ അല്ലാഹ് നൽകിയിട്ടുണ്ട്. ജീവിതങ്ങളിൽ 2
സന്തോഷങ്ങൾ അള്ളാഹ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ 99% ആൾമാറും ഫൈലായവരാണ്, പരാജയപ്പെട്ടവരാണ്. അതിലൊന്നെന്താണ്? ഉമ്മമാരെ, ബാല്യക്കാരെ, ബാല്യക്കാരത്തികളെ, ആരോഗ്യമാണ്, ആഫിയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീടുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, കൃഷിയുണ്ട്, ബിസിനസ്സുകളുണ്ട്, കമ്പനികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞതുപോലെ, മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞതുപോലെ, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ, ഓ സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, സ്വന്തം ശരീരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ അല്ലാഹ് നമുക്ക് ചെയ്തു തന്ന ബോഡിയിലുള്ള സന്തോഷങ്ങൾ, നമ്മുടെ ശരീരങ്ങളിലുള്ള സന്തോഷങ്ങൾ, അത് തന്നെ ചിന്തിച്ചാൽ പിന്നെ വഅള് ആവശ്യമില്ല, പിന്നെ യൂട്യൂബ് തുറക്കേണ്ടതില്ല, പിന്നെ വാട്സപ്പിൽ വഅള് കേൾക്കേണ്ടതില്ല, പിന്നെ വേറെ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. സ്വന്തം ശരീരത്തിലേക്ക് ഒരാൾ സുബഹി നിസ്കരിച്ചിട്ട് ഒന്ന് മെല്ലെ ഇരുന്നിട്ട് തല മുതൽ കാല് വരെ എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ഓരോരോ നിഅമത്തുകൾ, ഓരോരോ സന്തോഷങ്ങളെ കുറിച്ചാൽ എത്രയാണ് 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 സന്തോഷങ്ങൾ തന്നത്. ഞാനൊരിടത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനൊരിടത്ത് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ സുരുവയിലിൽ അശ്ശരിയ സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അവിടെ ഒരുപാട് യതീമക്കളുണ്ട്, ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കളുണ്ട്. LKG മുതൽ SSLC വരെ 800ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വിമൻസ് ശരീഅത്ത് കോളേജും ദഅവാ കോളേജും അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ ദുആ കൊണ്ട് സഹകരണം കൊണ്ട് അവിടെ നടക്കുകയാണ്. ഒരു ദിവസം ഞാനൊരു ടൗണിൽ, ഒരു ഉദാഹരണം പറയുകയാണ്, ടൗണിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി സ്ഥാപനം നടത്തണമെങ്കിൽ മുമ്പുള്ളതുപോലെയല്ല, ഒരു ഇൻകം സോഴ്സ് വേണം, ഒരു വരുമാനം വേണം. അതിനെന്ത് ചെയ്യണം? ഒരു 5 കോടി രൂപയുടെ ഒരു വരുമാനത്തിൻ്റെ വഴി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആരക്കണം, നിങ്ങളൊക്കെ അതിനു വേണ്ടി സഹകരിക്കണം എന്ന രൂപത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഞാൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടൗണിലായതുകൊണ്ട് ഒരു വണ്ടി വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. പ്രസംഗം അവസാനിക്കാറായപ്പോ അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നു, എൻ്റെ കൈ പിടിച്ചു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെയാണ്? എവിടെയാണ് ഈ സ്ഥാപനമുള്ളതൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് എത്രയാണ് ക്യാഷ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു 5 കോടി രൂപ വേണം. അതിനെന്തെങ്കിലും വഴിയുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, 1 രൂപയുടെ വഴിയും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇനി നിങ്ങൾ ഇത് പ്രസംഗിക്കാൻ പാടില്ല, ഈ പ്രസംഗം നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. ഇനി ഒരാളോടും കലക്ഷന് ചോദിക്കാൻ പാടില്ല. 1 കോടി രൂപ പോയിട്ട് 1 രൂപ പോലും ആരോടും ചോദിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, അല്ലാഹ് എനിക്ക് വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് 5 കോടി രൂപ നിങ്ങൾക്ക് ഞാൻ തരാം, 5 കോടി രൂപ നിങ്ങൾക്ക് ഞാൻ തരാം. എത്ര കൊസിയായി, എത്ര സന്തോഷമായി, എത്ര റാഹത്തായി. ഞാൻ വലിയ അറിയപ്പെട്ട ആളല്ല, വലിയ പദവിയിലുള്ള ആളല്ല, ഞാൻ വലിയ മുദരിസല്ല, അല്ലെങ്കിൽ ഞാൻ വലിയ പ്രഭാഷകനല്ല. നമ്മൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവില്ല. അവിടെ എന്തെങ്കിലും 10 മിനിറ്റ് സംസാരിക്കാനല്ലാതെ അതിനെപ്പുറമൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പൊ എന്നെ പോലെയുള്ള ഒരാളോട് എനിക്ക് രാഷ്ട്രീയ ബന്ധങ്ങളില്ല, വലിയ ഉമറായിനോട് ബന്ധങ്ങളില്ല. ആ രൂപത്തില് ഞാൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി. പിന്നെ എന്താക്കണമെന്ന് എനക്കെന്നെ കൊന്നില്ല. അയാളെ കോത്തുപിടിക്കണ, അയാളെ മുത്തണ, അയാളെ മണക്കണ, അയാളെ സ്വീകരിക്കണ. ഈ 5 കോടി ഉറുപ്പ്യ കിട്ടുന്ന കൊസിയിൽ, സന്തോഷത്തിൽ ഞാൻ എല്ലാം മതിമറന്ന് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാ, എന്ത് വേണമെങ്കിലും ഞാൻ തരാ.
അപ്പോഴാണ് അയാളെ മറുപടി, നിങ്ങൾ അത്ര സ്പീഡ് വേണ്ട ഉസ്താദേ, നിങ്ങൾ അത്ര സ്പീഡ് വേണ്ട, എന്തും തരാന്ന് ചൊല്ലിയല്ലേ ഞാൻ ചൊല്ലി. എന്നോട് ഇങ്ങനെ ചെല്ലുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമാണ് ഒരാൾ, ഇനി മരിക്കുന്നത് വരെ ഇങ്ങനെ ചെല്ലുമെന്ന് എനിക്ക് ആലോചനയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തിൽ ചെല്ലിയതാണ് എന്ന് പറയുമ്പോ അയാൾ പറഞ്ഞു, നിങ്ങൾ എല്ലാം തരുന്നെന്ന് ചൊല്ലിയല്ല, അതൊന്നും വേണ്ട, പക്ഷേ 5 കോടി ഉറുപ്പിക നിങ്ങളെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷം, നിങ്ങളത് കൈപ്പറ്റിയതിന്റെ ശേഷം, നിങ്ങളത് സ്വീകരിച്ചതിന്റെ ശേഷം ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു, ഒന്നല്ല 100 കണ്ടീഷൻ ആയിക്കോ, ഇങ്ങനെ ആലോചനാക്കുന്നേ, ഒന്നല്ല 100 കണ്ടീഷൻ ആയിക്കോ, 5 കോടി ഉറുപ്പിക കിട്ടുന്നല്ലേ, അതൊന്നും വേണ്ട, 1 കോടി, ഒരു 5 കോടി, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അയാൾ പറഞ്ഞ്, ഞാൻ കേട്ടതെന്നിന്റെ. അപ്പൊ അയാൾ ചൊല്ലി, എൻ്റെ ഫാമിലിയിൽ ഒരു ബാല്യക്കാരനുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഒരു ബാല്യക്കാരനുണ്ട്, മംഗലം അടുത്ത് എത്ര പൈസയും ആ ഫാമിലിയിലുണ്ട്, വലിയ കോട്യാധിപതിമാരാണ് ആ കുടുംബത്തിൽ, പക്ഷേ അയാൾക്ക് ഒരു കണ്ണ് ഇല്ല. സഖാഫി ഉസ്താദേ, നിങ്ങൾ വലിയ ടെൻഷൻ ആക്കണ്ട, നിങ്ങൾക്ക് 2 കണ്ണുണ്ടല്ലേ, അതിന് 1 കണ്ണൊന്നും മെല്ലെ എടുത്ത് തന്നരി, നിങ്ങൾക്ക് 2 കണ്ണുണ്ടല്ലേ, 1 കണ്ണ് മെല്ലെ എടുത്ത് തന്നരി, 5 കോടി ഉറുപ്പിക ഞാൻ തന്നേക്കാം, 5 കോടി രൂപ ഞാൻ തന്നേക്കാം, 1 കണ്ണ്, ഒറ്റ കണ്ണ് മാത്രം മതി, 2 കണ്ണ് ചോദിക്കുന്നില്ല. എൻ്റെ എല്ലാ സ്പീഡും തീർന്നവിടെ, എൻ്റെ എല്ലാ പാസ്റ്റും തീർന്നവിടെ, എൻ്റെ എല്ലാ കോത്ത് പിടിക്കുന്നതും തീർന്നവിടെ, ഞാൻ പിന്നെ അവിടെ സ്റ്റക്കായി ഇരുന്നു പോയി. ഞാൻ പറഞ്ഞത് തരാനാന്നില്ല, അത് തരാനാന്നില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത്, എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വേണമെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിക്കോ, ഞാൻ കോടിക്കണക്കിന് ബില്യനും മില്യനൊക്കെ ഉള്ള ആളാണ്, നിങ്ങൾക്ക് 10 കോടി ഉറുപ്പിക തരുന്നേ, 1 കണ്ണ് തരാൻ റെഡിയുണ്ടാ? ഞാൻ പറഞ്ഞു, 10 അല്ല 100 കോടി തന്നും തരുന്നില്ല. അയാൾക്ക് അസ്സലാമു അലൈക്കും ചൊല്ലിട്ട് ഞാൻ എൻ്റെ പതിക്ക് പോയി. 1 കണ്ണിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. ഈ കണ്ണിന്റെ സന്തോഷം ആരാണ് തന്നത്? ഈ കണ്ണിന്റെ വെളിച്ചം ആരാണ് തന്നത്? ഈ കണ്ണിന്റെ റാഹത്താരാണ് തന്നത്? അത് ഞാനല്ലല്ലോ, എനിക്ക് തന്നത് എൻ്റെ ബാപ്പയല്ലല്ലോ, എൻ്റെ ഉമ്മ അല്ലല്ലോ, എൻ്റെ സംഘടനാ നേതാക്കളല്ലല്ലോ, എൻ്റെ പാർട്ടിക്കാരല്ലല്ലോ, എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരല്ലല്ലോ, മാലിക്കുൽ മുലൂക്കായ റബ്ബല്ലേ. 1 കണ്ണിന് ഉമ്മമാരെ, സഹോദരന്മാരെ, വില എത്രയുണ്ട്? എങ്കിൽ നാവിനെത്ര വില വരും, എങ്കിൽ കാതിനെത്ര വില വരും, എങ്കിൽ കൈകൾക്ക് എത്ര വില വരും, കാലുകൾക്ക് എത്ര വില വരും, എല്ലിനെത്ര വില വരും, നരമ്പിനെത്ര വില വരും, മജ്ജക്കെത്ര വില വരും, മാംസത്തിനെത്ര വില വരും, ഹാർട്ടിനെത്ര വില വരും, കിഡ്നിക്കെത്ര വില വരും, ബ്രെയിനെത്ര വില വരും? ചിന്തിച്ചാൽ നമുക്ക് തീർക്കാൻ കഴിയില്ല. ഇതൊക്കെ റബ്ബല്ലേ തന്നത്, ഇതൊക്കെ അല്ലാഹുവല്ലേ തന്നത്. ഇടയിൽ ഞാൻ ഒന്നുണർത്തുകയാണ്, അല്ലാഹു നമുക്ക് തന്ന സന്തോഷങ്ങൾ, ജീവിതങ്ങളിൽ തന്ന സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങളെ കുറിച്ച് നമ്മൾ ഇനിയുള്ള ഓരോരോ ജീവിതങ്ങളും നീക്കണം. പരീക്ഷണങ്ങൾ തന്നാൽ, ബലാഹുകൾ തന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവിടെ ഉറൂസിന്റെ തുടക്കത്തില് മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ചെന്നാര കരീം ഹാജി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു പോയി എന്ന്. അയാളെ മരണം എങ്ങനെയാണെന്നറിയോ നിങ്ങള്? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഫയാസ് ഹാജി 1 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് സൗദിയിൽ പെട്ടെന്ന് തെക്കായി മരിച്ചു പോയതാണ്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അയാൾ. ഫയാസ് ഹാജിയാകുന്ന ജ്യേഷ്ഠൻ മരിച്ചപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. കരീം ഹാജി എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കാത്തിരുന്നതാണ് ഒരു പുരക്ക് വേണ്ടി. ആ പുരയി മെയ് 1 കുടിയാകുന്നത്. വർഷങ്ങളോളം കാത്തു നിന്നതാണ് ഒരു മകളുടെ കല്യാണത്തിന്റെ സന്തോഷം കാണാൻ. അത് ഈ മെയ് 4 നടക്കുന്നത്. അങ്ങനെ മെയ് 4 നടക്കുന്ന പ്രിയപ്പെട്ട മണവാട്ടിയെ മനസ്സിൽ കാണുന്ന, വീട് കൂടി സ്വപ്നങ്ങളുടെ സന്തോഷങ്ങൾ കാണുന്ന ആ കരീം ഹാജി ഇവിടെ ഉറൂസ് തുടങ്ങുന്ന സമയത്ത് വിവരം കിട്ടുന്നു, ജ്യേഷ്ഠന്റെ മരണവിവരം അറിഞ്ഞ് ബീപ്പിലോ ആയി മംഗലാപുരത്ത് മരണപ്പെട്ടു പോയി എന്ന്. ബലാ, നീ അവർക്കൊക്കെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ബലാകൾ വന്നാൽ, ബേജാറുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, അതേ ഷർറായ ഖലാകൾ വന്നാൽ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമറാക്കളെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദിവസം ഒരാൾ എന്നെ വിളിക്കുകയാണ്. വിളിക്കുന്നത് ഞാൻ ആ സ്ഥലവും കാര്യമൊന്നും പറയുന്നില്ല, ഒരു സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അശ്ശരിയ സഖാഫിയല്ലേ? എന്നെ പരിചയമുള്ള ഒരാളാണ്, മൂടുകരയിലുള്ള ഒരാളാണ്. ആ നാട് മാത്രം ഞാൻ പറയാം. അയാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു,
ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലുണ്ട് ഉസ്താദേ, നിങ്ങൾ പെട്ടെന്ന് വരണം, വർഷങ്ങൾക്ക് മുമ്പാണിത്, നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് എനിക്ക് വിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നസീഹത്തും വഅലുമൊക്കെ ജിഎം ഉസ്താദിന്റെ നീണ്ട സംസാരം ഇവിടെ നടക്കാനുണ്ട്. ഉസ്താദിന്റെ അനുജന്മാരാണ് ഞങ്ങളൊക്കെ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് മഹാനായ ജിഎം ഉസ്താദ്. നീ അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണം അല്ലാഹ്. നമുക്കിവിടെ നിർത്തണമല്ലോ, എല്ലാവരും സദസ്സിലേക്ക് വരണമെന്ന ഒന്നുകൂടി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് ആരും ചെയ്തു, ഒരാളെന്നെ വിളിക്കുകയാണ്, വിളിച്ചപ്പനോട് പറഞ്ഞു ഹോസ്പിറ്റലുണ്ട്, അവിടത്തേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചതിന് ശേഷം ചിന്തിച്ചു, ഇയാൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഞാനൊരു ഡോക്ടറല്ല, ഞാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട ആളല്ല. അപ്പോഴാണ് രണ്ടാമത് അയാളുടെ കോള് വരുന്നത്. ഉസ്താദേ, നിങ്ങളെ വിളിച്ചത് നിങ്ങൾ മരുന്ന് കൊടുക്കാനല്ല, ട്രീറ്റ്മെന്റ് നടത്താനല്ല, ചികിത്സ നടത്താനല്ല, മറിച്ച് നിങ്ങൾ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ പലരെയും ബന്ധമുണ്ടാകുമല്ലോ, കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്, പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ കുറച്ച് പൈസ കളക്ട് ചെയ്ത് ഒന്ന് ഇവിടെ എത്തിക്കണം, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിളി കണ്ടപ്പോ, അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടപ്പോ, അതിലുള്ള സീരിയസ് മനസ്സിലാക്കിയപ്പോ, ഞാന് സ്വന്തമായി ക്യാഷ് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങളെ സ്ഥാപനത്തിന്റെ നേരെ മുറ്റത്തുള്ള ഒരാളാണ്, ഒരു ബീഡിയുടെ മുതലാളിയാകുന്ന സിംഗാരി സുലൈമാൻ ഹാജി, താജുൽ ഉലമ ഉപ്പാപ്പയുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു. സിംഗാരിയോട് ഞാൻ ഹാജിയാറുമായി ബന്ധപ്പെട്ടു, വേറെയും ഒന്ന് രണ്ടാളുമായി ബന്ധപ്പെട്ടു. അവരോട് ഞാൻ പറഞ്ഞു, ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലുണ്ട് ഒരു പാർട്ടി, അവരെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നു, നമ്മൾ സഹായിച്ചാൽ അതല്ലേ ഒരു മോമിനായ മനുഷ്യന്റെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ, ഒരു വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ, ഒരു രോഗമുള്ളവരുടെ സമയത്ത് നമ്മൾ സന്തോഷിപ്പിച്ചാൽ അല്ലാഹു നമുക്ക് സന്തോഷം നൽകും, അല്ലാഹു നമുക്ക് സന്തോഷം നൽകും. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ സന്തോഷിപ്പിച്ചാൽ അത് അല്ലാഹു വലിയ സന്തോഷം നൽകും. അതിനൊക്കെ വലിയ സന്തോഷമുണ്ട്. ഇടയിലൊന്ന് ഉണർത്തുകയാണ്, സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം, ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു മജ്ലിസിൽ ഇങ്ങനെ വഅദ് പറയുമ്പോ ഒരാൾ വരികയാണ്. ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, അന മലക്കുൽ മൗത്ത് അസ്റായീൽ. വന്നാള് പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല, ഞാൻ മലക്കുൽ മൗത്ത് അസ്റായീലാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിനെ ഒന്ന് നോക്കി, അവിടുന്ന് അസ്റായീലിനെ ഒന്ന് നോക്കി. എന്റെ സമയമായോ, എന്റെ അജലി എത്തിയോ, എന്റെ അവധി എത്തിയോ? ഉടനെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ ടൈം ആയിട്ടില്ല, നിങ്ങളെ അജലി എത്തിയിട്ടില്ല, പിന്നെ എന്താണ് നിങ്ങൾ ഇവിടെ വന്നത്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ റബ്ബിനോട് റിക്വസ്റ്റ് നടത്തി, ദാവൂദ് നബിയെ ഒന്ന് എനിക്ക് മീറ്റ് ആവണം, ദാവൂദ് നബിയെ ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അല്ലാഹ് സമ്മതം തന്നതുകൊണ്ട് നിങ്ങളെ കാണാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ചുറുചുറുക്കുള്ള, കാണാൻ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നടക്കുകയാണ്. സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം അയാളെ ഇങ്ങനെ നോക്കുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം എന്താണ് നോക്കുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, നാളെയല്ല മറ്റന്നാള് അയാളെ വിസ തീരാറായി, അയാളെ റൂഹ് പിടിക്കാനുള്ള അവസരം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ ചെറുപ്പക്കാരൻ നാളെയല്ല മറ്റന്നാൾ മരണപ്പെട്ടു പോകും, മറ്റന്നാൾ മരണപ്പെട്ടു പോകും. അവിടുത്തെ പ്രത്യേകമായ അസ്റായീൽ അലൈഹിസ്സലാം റബ്ബിന്റെ നിർദ്ദേശം ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അങ്ങനെ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഏകദേശം വർഷങ്ങൾ, ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞു. ഒരു ദിവസം പിന്നെയും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കാണാൻ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു,
നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു ചെറുപ്പക്കാരൻ അന്ന് കാണിച്ചു തന്നില്ലേ? അയാൾ നാളെയല്ല മറ്റന്നാൾ മരിക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഞാനിപ്പം കണ്ടിട്ടുണ്ട്. അയാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞതല്ലേ 3-ാമത്തെ ദിവസം മരിക്കുമെന്ന്? അപ്പോഴാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്തിന്റെ മറുപടി, ഓ നബിയേ, നിശ്ചയിക്കപ്പെട്ട അവധി 3-ാമത്തെ ദിവസമായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്തതിന്റെ 3-ാമത്തെ ദിവസമായിരുന്നു. പക്ഷെ അയാൾക്ക് പിന്നെയും ആഴ്ചകൾ നീട്ടിക്കൊടുത്തു. ആ ചെറുപ്പക്കാരന് പിന്നെയും മാസങ്ങൾ നീട്ടിക്കൊടുത്തു. ആ ചെറുപ്പക്കാരന് പിന്നെയും വർഷങ്ങൾ നീട്ടിക്കൊടുത്തു. അതെന്താണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, കുടുംബത്തിന് സന്തോഷം പുലർത്തുന്ന ഒരു പരിപാടി ആ ചെറുപ്പക്കാരനുണ്ട്. കുടുംബത്തിലുള്ള അമ്മായിമാരെ, കുടുംബത്തിലുള്ള പെങ്ങന്മാരെ, കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാരെ, കുടുംബത്തിലുള്ള അനുജന്മാരെ, പ്രസവിച്ച ഉമ്മയെ, പോറ്റിയ ബാപ്പയെ, കുടുംബത്തിലുള്ളവരെ, അവരെ സന്തോഷിപ്പിച്ച അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. ഇങ്ങോട്ട് മുറിച്ചാൽ അങ്ങോട്ട് ചേർക്കണമെന്നല്ലേ കുടുംബത്തിന്റെ പാരമ്പര്യം? ഇങ്ങോട്ട് അരിശപ്പെട്ടവരോട് അങ്ങോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്? ആ ചെറുപ്പക്കാരൻ കുടുംബത്തിന്റെ ബന്ധം നിലനിർത്തി സന്തോഷിപ്പിച്ച കാരണം കൊണ്ട് മരണം നിശ്ചയിച്ചതിൽ നിന്ന് വർഷങ്ങളോളം നീണ്ട സമയം കൊടുത്തു എന്ന് സയ്യിദുനാ മലക്കുൽ മൗത്ത് അസ്റായീൽ. ഓ ഉമ്മമാരെ, കുടുംബത്തിന് നമ്മളെ കൊണ്ട് സന്തോഷം ഉണ്ടാകണം. ഒരാളുടെ ഒരു ഉമ്മന്റെ നാവ് കൊണ്ടും, ഒരു ബാല്യക്കാരത്തിന്റെ നാവ് കൊണ്ടും, ഒരു ബാപ്പന്റെ നാവ് കൊണ്ടും, ഒരു ചെറുപ്പക്കാരന്റെ നാവ് കൊണ്ടും കുടുംബത്തിലുള്ള ബേജാറുണ്ടാക്കുന്ന, സന്തോഷങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന, സന്തോഷങ്ങൾ നിന്നു പോകുന്ന, പ്രശ്നങ്ങൾ വരുത്തുന്ന, ഗലാട്ടകൾ വരുത്തുന്ന ഒരു കാര്യമുണ്ടാകാൻ പാടില്ല. കുടുംബബന്ധത്തിന് അത്ര ഫലമുള്ളതാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി. ഞാൻ പോയപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദേ, അവിടെയല്ല, ലൊക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടപ്പോ വല്ലാത്ത രൂപത്തിൽ പോയി കണ്ടപ്പോ ഒരു സൈലന്റായ ഒരു ഹോസ്പിറ്റലാണ്. വലിയ, അന്ന് ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്, വലിയ ശബ്ദങ്ങളില്ല, വലിയ ആൾക്കൂട്ടങ്ങളില്ല, സൈലന്റായ ഹോസ്പിറ്റലാണ്. 1-ാമത്തെ ഫ്ലോറിന്റെ ഏകദേശം ജനലുകളും വാതിലുകളും ബന്ദ് ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ ഫ്ലോറിലേക്കാണ് എന്നെ കൊണ്ടുപോയത് അയാള്. 2-ാമത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകുമ്പോ പലതും അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ കരയാൻ പറ്റുന്ന പലതും കണ്ടിട്ടുണ്ട്, ചിരിക്കാൻ പറ്റുന്ന പലതും കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എന്നെ കൊണ്ടുപോയ ആള്, ഉമ്മമാരെ, സഹോദരന്മാരെ, അല്ല നമുക്ക് ചെയ്തു തന്ന ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ അത് നമ്മൾ ഓർമ്മിക്കണം, അത് നമ്മൾ ചിന്തിക്കണം. റബ്ബ് നമുക്ക് ചെയ്തു തന്ന ഓരോരോ സന്തോഷങ്ങൾ അത് ചിന്തിച്ചിട്ട് എൻ്റെ റബ്ബാണിത് തന്നത്, എൻ്റെ അള്ളയാണിത് തന്നത്, ആ റബ്ബിലേക്ക് എനിക്ക് മടങ്ങാനുണ്ടല്ലോ. നന്ദി ചെയ്യാൻ കഴിയുന്നുണ്ടോ? നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പോയപ്പോൾ ഒരു സെല്ല് കാണുകയാണ്. അനുഭവങ്ങളാണല്ലോ വലുത്. ഒരു സെല്ല് കാണുകയാണ്. ആ സെല്ലിന്റെ ഉള്ളിൽ ഒരു 35 വയസ്സുള്ള ഒരു ബാല്യക്കാരന് കാണാൻ നല്ല ചന്തമുണ്ട്, കാണാൻ നല്ല സുന്ദരനാണ്. ആ ചെറുപ്പക്കാരന് വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകളില്ല, കയ്യിൽ വാച്ചില്ല, വിരലുകളിൽ മോതിരങ്ങളില്ല, മറ്റുള്ള രൂപത്തിലുള്ള ഒന്നുമില്ല. ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. വെളുത്തു തൊടുത്തിട്ടുണ്ട്, താടിയൊക്കെ വികൃതമായിട്ടുണ്ട്, ജട പിടിച്ചിട്ടുണ്ട്, മീശ വികൃതമായിട്ടുണ്ട്, മുടി വികൃതമായിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. എങ്ങനെയുള്ള പെൺകുട്ടിയാണ്? ഓ ഉമ്മമാരെ, ബാല്യക്കാരത്തികളെ, റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, റബ്ബ് നമുക്ക് ചെയ്തു തന്ന സന്തോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന സന്തോഷങ്ങൾ ഓർമ്മിക്കാനാണ് മഹാന്മാര് നമ്മുടെ മുന്നിലുള്ളത്. റൂസ് നമ്മുടെ മുന്നിലുള്ളത്, മഹാനായ മദനീതങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്, മഹാന്മാരായ ഔലിയാക്കൾ നമ്മുടെ മുന്നിലുള്ളത്.
മദനീതങ്ങളെ ദർബാറിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് ഓർമ്മിക്കുക. വന്നുപോയ ഓരോരോ തെറ്റുകുറ്റങ്ങൾ, വന്നുപോയ ഓരോരോ ഏറെക്കുറോടികൾ, വന്നുപോയ ഓരോരോ പാകപ്പിഴവുകൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് റബ്ബിലേക്ക് മഹാന്മാരുടെ വഴിയിലായി മടങ്ങുക. ഞാൻ പറഞ്ഞു വന്നത്, ആ സെല്ലിന്റെ മുന്നിലെത്തിയപ്പോ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ നേരെ മുന്നില് ഒരു ബാല്യക്കാരത്ത് നിൽക്കുകയാണ്. ഒരു മധുര 17കാരിയാണ്, അല്ലെങ്കിൽ അതിനോട് അടുത്ത പ്രായമുള്ള പെൺകുട്ടിയാണ്. നല്ല സർപ്പസുന്ദരിയാണ്, നല്ല ചന്തമുള്ള പെൺകുട്ടിയാണ്. വിലപിടിപ്പുള്ള ചൂരിദാർ ഇല്ല, വിലപിടിപ്പുള്ള ഡ്രസ്സുകളില്ല, വലിയ വലിയ വിലപിടിപ്പുള്ള സ്വർണങ്ങളുടെ വളകളും മാലകളും ചെയിനുകളും ഒന്നുമില്ല. പക്ഷെ കാണാൻ തങ്കം പോലെ, സ്വർണം പോലെ സൗന്ദര്യത്തിന്റെ നിറകുടമാണ് ആ പെൺകുട്ടിയെ. ഞാൻ സംസാരം ചുരുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ മെല്ലെ വിളിക്കുകയാണ്. ഒരു മജ പോലെ, ഒരു ഹരം പോലെ, ഒരു ഹരം പോലെ, ഒരു മത്ത് പിടിച്ചതുപോലെ, ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ മെല്ലെ മെല്ലെ വിളിക്കുകയാണ്. പെൺകുട്ടിയെ അടുപ്പിക്കുകയാണ്, നെഞ്ഞിലേക്ക് ഏറ്റുകയാണ്, അവളെ ചുംബിക്കുകയാണ്. അവളെ തൊടാൻ പാടില്ലാത്ത, സ്പർശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ സ്പർശിക്കുകയാണ്. എന്നിട്ട് കട്ടകട്ടാ പൊട്ടി പൊട്ടി ഈ ബാല്യക്കാരൻ ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി ചിരിക്കുകയാണ്. അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ സെല്ലിന്റെ നേരെ മൊയിലിന്റെ അപ്പുറത്ത് ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, നരച്ച മുടിയുള്ള ഒരാളുണ്ട്. അയാൾ ഈ സീൻ ഇങ്ങനെ നോക്കുകയാണ്, ഈ ബാല്യക്കാരനെ ഇങ്ങനെ നോക്കുകയാണ്, ഈ ബാല്യക്കാരത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. ആ പ്രായമുള്ള ആളും പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയും ഈ അവിടെ ഒരു പ്രായമുള്ള ഒരു പ്രായമുള്ള പെണ്ണുങ്ങള് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, പ്രായമുള്ള ആണിന്റെ കൂടെ. ആ പെണ്ണുങ്ങളും കടകട കടകട ഇങ്ങനെ ചിരിക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഓ സ്റ്റേജിലുള്ള ഉമറാക്കളെ, കുറച്ച് കഴിയുമ്പോ അവസ്ഥകൾ മാറി, അവസ്ഥകൾ ചേഞ്ചായി, രൂപങ്ങൾ മാറി, ഭാവങ്ങൾ മാറി. ഈ 35 വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി ബിങ്ങി 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 ബുൾപുട്ടിട്ട് വിളി കൊടുത്തിട്ട് കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഈ പ്രായമുള്ള ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ മടിയിൽ വന്നിട്ട് 4 പേരും കോത്തുപിടിച്ച് കരയുകയാണ്. 4 പേരും കോത്തുപിടിച്ച് കരയുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. അവർ കോത്തുപിടിച്ച് കരയുകയാണ്. സെക്കൻഡുകൾക്ക് മുമ്പ് പൊട്ടിച്ചിരിച്ച ഈ ബാല്യക്കാരന്, മിനിറ്റുകൾക്ക് മുമ്പ് പൊട്ടിച്ചിരിച്ച ബാല്യക്കാരത്തെ, അതേ കുറച്ച് സമയം മുമ്പ് പൊട്ടിച്ചിരിച്ച പ്രായമുള്ള 70 വയസ്സുകാരന്, കുറച്ച് സമയം മുമ്പ് പൊട്ടിച്ചിരിച്ച ഈ പ്രായമുള്ള ഈ പെണ്ണുങ്ങള്, അവര് ഓർമ്മയില്ലാതെ ചിരിച്ചത് അവരറിയുന്നില്ല, പൊട്ടിച്ചിരിച്ചത് അവർക്ക് ഗുന്തില്ല. മിനിറ്റുകൾ കഴിയുമ്പോ, മണിക്കൂർ കഴിയുമ്പോ 4 പേരും കോത്ത് പിടിച്ച് ബിങ്ങി ബിങ്ങി ബുൾപ്പിടുകയാണ്, ബിങ്ങി ബിങ്ങി കരയുകയാണ്. ഞാൻ ചോദിച്ചു കൊണ്ടുപോയ ആളോട്, ഇതാരാണ്? ഇതൊരു ജാതിയിൽപ്പെട്ട ആളാണോ? ഇത് നമ്മളെ മതത്തിൽപ്പെട്ട ആളാണോ? അല്ല, ഏത് മതത്തിൽപ്പെട്ട ആളാണ്? ഇവരാരാണെന്ന് ചോദിക്കുമ്പോ എന്നെ കൊണ്ടുപോയ ആൾ എന്നോട് പറഞ്ഞു, സഖാഫി ഉസ്താദേ, നിങ്ങൾ ചോദിച്ചില്ലേ ഇതാരാണെന്ന്? 17-18 വയസ്സുള്ള ബാല്യക്കാരത്തിയെ 35 വയസ്സുള്ള ബാല്യക്കാരൻ കടിച്ചില്ലേ, മുത്തിയില്ലേ, തൊട്ടില്ലേ, മണത്തില്ലേ? ആ പെണ്ണിന്റെ സ്വന്തം മൂത്തോനാണ്, സ്വന്തം ജ്യേഷ്ഠനാണ്. ഈ പെണ്ണ് സ്വന്തം പെങ്ങളാണ്. ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചത് സ്വന്തം അബ്ബയാണ്, ഉണ്ടാക്കിയ ബാപ്പയാണ്, മറ്റ് പോറ്റിയ ബാപ്പയാണ്, മറ്റത് സ്വന്തം ഉമ്മയാണ്. ഉമ്മക്കറിയില്ല ഇതെന്റെ മകനാണെന്ന്, ബാപ്പക്കറിയില്ല ഇതെന്റെ മകളാണെന്ന്, പെങ്ങക്കറിയില്ല ഇതെന്റെ ആങ്ങളയാണെന്ന്, ആങ്ങളക്കറിയില്ല ഇതെന്റെ പെങ്ങളാണെന്ന്. അവർ മെന്റലിൽ തകരാറുള്ളവരാണ്, അവർ മാനസിക രോഗികളാണ്, അവർ ഭ്രാന്തന്മാരാണ്. കരഞ്ഞുപോയി. ഉമ്മമാരെ, നമ്മൾ അല്ലാഹ് അങ്ങനെ ആക്കിയില്ലല്ലോ. ബാല്യക്കാരെ, നമ്മൾ അങ്ങനെ ആക്കിയില്ലല്ലോ. ഓ ചെറുപ്പക്കാരെ, അങ്ങനെ ആക്കിയില്ലല്ലോ. ഇതുവരെ നമുക്ക് സുബുദ്ധി തന്നല്ലേ, നമുക്ക് അഖല് തന്നല്ലേ. ഉമ്മയെ കാണുമ്പോ ഇത് ഉമ്മയാണ്, ബാപ്പയെ കാണുമ്പോ ഇത് ബാപ്പയാണ്, ചോര കാണുമ്പോ ചോര മണക്കുകയാണ്, കുടുംബം കാണുമ്പോ കുടുംബത്തിന്റെ ബഹുമാനം നിലനിർത്തുകയാണ്. ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാം തന്ന പടച്ച റബ്ബ്, ആ റബ്ബ് നമുക്ക് ഇത്രയൊക്കെ
ഇത്രയൊക്കെ സന്തോഷങ്ങൾ തരുമ്പോ, ഇത്രയൊക്കെ നിഅമത്തുകൾ തരുമ്പോ, ജീവിതത്തിൽ ഇത്രയൊക്കെ സന്തോഷങ്ങൾ തരുമ്പോ, ഉമ്മമാരെ, ബാപ്പമാരെ, ഞാനടക്കം എല്ലാവരും ആലോചിക്കണം. മദനീതങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് സാഹിബുൽ കറാമാത്ത് വൽ മഖാമാത്ത് ആണല്ലോ. ഇവിടെ പ്രകാശമായി നമുക്ക് നേതൃത്വം നൽകിയ ഒരുപാട് മഹാന്മാരില്ലേ? ഇവിടെ നേതൃത്വം നൽകുന്ന ഒരുപാട് ആലിമീങ്ങളില്ലേ? ഇവിടെ നിന്ന് നേതൃത്വം നൽകിയ ഒരുപാട് ആലിമീ മഹാന്മാർ കഴിഞ്ഞു പോയവരില്ലേ? ഇവിടെ നിന്ന് കാണുന്നില്ലേ നേരെ മുറ്റത്ത് കിടക്കുന്ന സാഹിബുൽ ബഡ്കൽ? ഇത് വലിയ മഹാനല്ലേ? എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ മുമ്പിൽ ഇവിടെ കിടക്കുന്ന മഹാനവറുകൾ, ഞാൻ അങ്ങനെ പറയുമ്പോൾ അതപകേടാണോ എന്നറിയില്ല, വലിയ മഹാനല്ലേ? ഇന്ന് എല്ലാവരും ബഹുമാനം പറയുന്ന, ആദരവ് പറയുന്ന, എല്ലാവരും വല്ലാത്ത രീതിയിൽ മദ്ഹ് പറയുന്ന, പറയേണ്ടവരാണ്, ബഹുമാനം പറയേണ്ടവരാണ്. ഖുത്ബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുള്ളാനെ CM വലിയുള്ള ആക്കിയത് ആരാണ്? CM വലിയുള്ളാനെ ഈ ദർജയിൽ എത്തിച്ചത് ആരാണ്? CM വലിയുള്ളാനെ ഇത്ര വലിയ സോപാനത്തിലേക്ക് എത്തിച്ചതാരാണ്? അത് സാഹിബുൽ ബഡ്കലല്ലേ? അത് മുഹ്യിദ്ദീൻ ബഡ്കലല്ലേ? ഉള്ളാളത്ത് മറപെട്ട് കിടക്കുന്ന മഹാനല്ലേ? ഞാൻ പറയുന്നത് കേട്ടതാണ്. മഹാനായ സാഹിബുൽ ബഡ്കൽ മുഹ്യിദ്ദീൻ തങ്ങൾ മരണപ്പെട്ടപ്പോ അവിടുത്തെ ജനാസക്ക് കാവലിരിക്കാൻ, അവിടുന്ന് കുളിപ്പിക്കാൻ, അവിടുന്ന് കഫൻ ചെയ്യാൻ കിലോമീറ്ററുകളോളം താടിയിട്ട് മഹാനായ ഖുത്ബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഉള്ളാളത്ത് വന്നിട്ടുണ്ട്. ഉള്ളാളത്ത് വന്ന് കുളിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്. അനുഭവമുള്ളവർ പറഞ്ഞതാണ്. തെറ്റ്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുമല്ലോ എന്ന ബോധ്യത്തോടുകൂടെയാണ് പറയുന്നത്. മഹാനായ സാഹിബുൽ ബഡ്കൽ, മഹാനായ മുഹ്യിദ്ദീൻ തങ്ങള്, അവര് ഇവിടെ ഇങ്ങനെ നടന്നു, ഇവിടെ വല്ലാത്ത രൂപത്തിൽ നടന്നു. നമുക്ക് മനസ്സിലായില്ല. മുഖം കാണുമ്പോൾ മനസ്സിലാക്കാൻ, അവിടുത്തെ ശരീരം കാണുമ്പോൾ, അവിടുത്തെ രൂപം കാണുമ്പോൾ, അവിടുത്തെ വസ്ത്രം കാണുമ്പോൾ, അവിടുത്തെ ഡ്രസ് തന്നെ പിലി 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 മൊയ്തീൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. പുലികളുടെ ഡ്രസ്സ് അവിടുന്ന് ധരിച്ചു എന്നല്ലേ പറയാറുള്ളത്. മനസ്സിലായില്ല നമുക്ക്. പക്ഷേ ബസീറത്തുൽ ഖുലൂബാകുന്ന കണ്ണുകളുള്ള വലിയ വലിയ മഹാന്മാരായ ശരീഅത്തും തരീഖത്തും ഒരുപോലെ ജീവിച്ച മഹാന്, എല്ലാ ഉലിയാക്കളും, എല്ലാ മഹാന്മാരും, എല്ലാ സ്വാലിഹീങ്ങളും ശരീഅത്തിന്റെ പിന്നാലെ ഉള്ളവരാണ്. ശരീഅത്തിന്റെ മുഖേനയാണ് തരീഖത്ത് വന്നത്. ഫശരീഅത്തുൻ അഖ്ദും ബി ദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹീം ജലാ വതരീഖത്തുൻ അഖ്ദും ബി അഹ്വതകൽ വറ വഅസീമത്തിൻ കരിയളത്തിൻ മുതബത്തിലാ. അതാണ് താജുൽ ഉലമ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചതാ. അതാണ് ശംസുൽ ഉലമ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചതാ. അതാണ് ഇന്ന് സുൽത്താനുൽ ഉലമ ഉസ്താദ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതാണ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ശരീഅത്തില്ലാതെ, ശരീഅത്തിന്റെ ആലിമീങ്ങളെ വിട്ടിട്ട് ഒരു തരീഖത്ത് നമുക്ക് വേണ്ടല്ലോ, ഒരു ഹഖീഖത്ത് നമുക്ക് വേണ്ടല്ലോ, അത് കിട്ടുകയില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അല്ലാഹു നമുക്ക് ചെയ്ത ജീവിതത്തിൽ ചെയ്തു തന്ന സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങൾക്ക് നന്ദി ചെയ്യുമ്പോ, ആ സന്തോഷങ്ങൾക്ക് ശുക്ർ ചെയ്യുമ്പോ നമ്മൾക്ക് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും. താജുൽ ഉലമ ഉപ്പാപ്പ മരണപ്പെട്ടതുപോലെ, ഖുറത്തു സാദാത്ത് തങ്ങൾ ഉപ്പാപ്പ മരണപ്പെട്ടതുപോലെ, കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെട്ടതുപോലെ, ചെറുവത്തൂർ ഉസ്താദ് മരണപ്പെട്ടതുപോലെ, ജാവക്കല്ല് വലിയുള്ള മരണപ്പെട്ടതുപോലെ, മഹാനായ കുണ്ടൂർ ഉസ്താദ്, അവരെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരൊക്കെ മരണപ്പെട്ടതുപോലെ നമുക്ക് മരിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ മരിച്ചാൽ ഖബറിൽ നമുക്ക് സന്തോഷം കിട്ടണം, നമുക്ക് ആഖിറത്തിൽ കിട്ടണം. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. എന്നെന്നും നിൽക്കാത്ത, എന്നെന്നും നശിച്ചു പോകാത്ത ഒറ്റ ദിവസം അവിടെ ഫി യൗമിൻ കാന ബിഖദാറുഹു 50000 സന, 50000 വർഷത്തിന്റെ നീളമുള്ള റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സന്തോഷം വേണം. നമുക്ക് റബ്ബിന്റെ കോടതിയിൽ സന്തോഷം വേണം. വലങ്കയിൽ കിതാബ് കിട്ടുന്ന സന്തോഷത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുക്കാൻ കഴിയണം. സിറാത്ത് പാലത്തിലൂടെ സന്തോഷത്തിൽ പോകാൻ കഴിയണം. എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും ആശിക്കുന്ന ഫീ ജന്നത്തിൻ അലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറൂറുൻ മർഫൂഅ
وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة ആശകളൊക്കെ പൂർത്തീകരിക്കുന്ന, ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്ന, മനസ്സുകൊണ്ട് എന്തൊക്കെ സന്തോഷങ്ങൾ ഉദ്ദേശിക്കുന്നു അത് മുഴുവനും കിട്ടുന്ന സ്വർഗം നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണം? ജീവിതത്തിൽ തന്ന സന്തോഷങ്ങളെ നമ്മൾ ആലോചിച്ച്, നമ്മൾ ചിന്തിച്ച് റബ്ബിലേക്ക് അടുക്കുക. നിസ്കാരങ്ങൾ ഖളാക്കാതെ, അതേ അല്ലാഹു ഫർളാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിക്കാതെ, ദീനിന്റെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്തിയിട്ട് ആലിമീങ്ങളെ സ്വാലിഹീങ്ങളോടുകൂടെ നമുക്ക് അല്ലാഹു പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വേദിയിൽ അൽഹംദുലില്ലാഹ് ദർഗാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും, അതുപോലെ നമ്മുടെ പട്ടാമ്പി ഉസ്താദുണ്ട്, അതുപോലെ ഫൈ ഉസ്താദുണ്ട്, വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരുമുണ്ട്, നമ്മുടെ മേലങ്കാടി ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട നേതൃത്വങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ഒരുപാട് ആലിമീങ്ങളും സദാത്തുക്കളുമുണ്ട്. ഈ സദസ്സിലുള്ള എല്ലാവരോടും നിങ്ങളോടും സാധുവായ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് ദാറുൽ ശരിയ എന്ന സുരുവയിലുള്ള സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.